ഇത്തവണ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം കാണാൻ എത്തിയവർക്ക് സങ്കടവും ഒപ്പം സന്തോഷവും കാണും. സങ്കടം എന്തെന്നാൽ 35 ആനകൾ എത്തേണ്ട പൂരത്തിന് ഇത്തവണ വനംവകുപ്പ് നൈസായി ദേശക്കാരുടെ ലിസ്റ്റ് അങ്ങോട്ട് വെട്ടി. 5 ആനകളെ എഴുന്നള്ളിച്ച ദേശ കമ്മിറ്റികളോട് 2 ആനകളെ മാറ്റി നിർത്താനായിരുന്നു വനംവകുപ്പിന്റെ ഉദ്ദേശം. അതങ്ങ് നടപ്പാക്കി. ഇനി സന്തോഷ വാർത്ത എന്താണെന്നാവും അതും പറയാം. നന്ദലത്ത് ഗോപാലകൃഷ്ണന് മുന്നിൽ ചന്ദ്രശേഖരൻ ഒന്ന് അടിപതറിയോ എന്നതാണ് സംശയം. കോഴിമാമ്പറമ്പിലേക്ക് ആദ്യം ചന്ദ്രശേഖരനും പിള്ളേരും അങ്ങ് എത്തി. നെറ്റിപ്പട്ടങ്ങൾ നോട്ടുകൾ കൊണ്ട് അലങ്കരിച്ച് കമ്മിറ്റിക്കാർ നെഞ്ചും പിരിച്ചങ്ങ് നടന്നു വരികയായിരുന്നു. തൊട്ടു പിന്നാലെ ഗുരുവായൂർ നന്ദനും പിള്ളേരും ദേ വരുന്നു. ഗുരുവായൂർ നന്ദൻ വരുമ്പോൾ വഴിമാറി കൊടുക്കണമെന്ന് കമ്മിറ്റിക്കാര്. എന്നാൽ ചന്ദ്രശേഖരനെ വഴിയിൽ നിന്ന് മാറ്റില്ലെന്ന് മറ്റൊരു കമ്മിറ്റിക്കാരുടെ വാദം. പിന്നെ കണ്ടത് ദാ ഇതാണ്. ഒടുവിൽ പ്രശ്നം പരിഹരിച്ച് ചന്ദ്രശേഖരനും കൂട്ടരും ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ നന്ദലത്ത് ഗോപാലകൃഷ്ണനും പിള്ളേരും റെഡി. മയിൽപ്പീലി കൊണ്ട് അലങ്കരിച്ച നെറ്റിപ്പട്ടത്തിൽ നന്ദലത്താന ഒന്ന് ഒരുങ്ങി നിൽപ്പാണ്. ഊട്ടോളി മഹാദേവനും ഗുരുവായൂർ ആനകളും ഒക്കെയായി 7 ദേശങ്ങളും എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കൂട്ടിയെഴുന്നള്ളത്തായി. ആദ്യം നന്ദലത്ത് കയറി സ്ഥാനം പിടിച്ചു. മണ്ണാർക്കാട് ശശിയേട്ടൻ ഒറ്റ നോട്ടത്തിൽ ആന ഒറ്റ നിൽപ്പാണ്. ദാ ഇങ്ങനെ. ഇത് കണ്ടതും ചന്ദ്രശേഖരനെ എങ്ങനെ സഹിക്കും? തൊട്ടുപിന്നിൽ ചന്ദ്രുവും എത്തിയതോടെ പിന്നെ കഥ മാറി. പൂക്കളും ആരി എറിയലും ആവേശ വിളികളുമൊക്കെയായി ഗ്രൗണ്ട് അങ്ങ് ആവേശമായി. പിന്നീട് നന്ദനും മഹാദേവനും ഒക്കെ നിരന്നു. കുടമാറ്റവും നല്ല പഞ്ചാരയും കൂടി ചേർന്നപ്പോൾ പരിപാടി കളറായി.
നന്ദിലത്ത് ഗോപാലകൃഷ്ണന് മുന്നിൽ ചന്ദ്രശേഖരൻ തോറ്റതായി ഒരു വിഭാഗം കമ്മിറ്റിക്കാരും ചന്ദ്രുവിനൊപ്പം എത്താൻ നന്ദിലത്തിന് ആയില്ലെന്ന് മറ്റൊരു കമ്മിറ്റിക്കാരും അവിടെ വാദിച്ച് ജയിക്കുന്നുണ്ടായിരുന്നു. ആന കുറച്ചാലും പ്രൗഢി കുറയ്ക്കാതെ താരരാജാക്കന്മാർ അങ്ങനെ കൂട്ടിയെഴുന്നുള്ളത് ഭംഗിയായി അവസാനിപ്പിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു. അങ്ങനെ കോഴിമാമ്പറമ്പ് പൂരത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ആനവിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.